ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഫിഷ് അമിനോ ആസിഡാണ്. ഇത് മീനിന്റെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉത്തമമായ ഒരു വളമാണ്. ഇത് ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും പൂക്കാനും കായ്ക്കാനും കായ്കൾ ഉണ്ടാകാനും വളരെ ഉത്തമമാണ്. ഇതിനായിട്ട് ഞാനിന്ന് എടുത്തേക്കുന്ന ഇത് മത്തിയുടെ വേസ്റ്റാണ്. തലയിൽ മീൻ വിലയുള്ള സമയത്താണെങ്കിൽ മത്തി എടുത്താലും നല്ലതാണ്, അതെടുത്തത് കൂടെ നല്ലതാണ്. ഇത് മത്തി 500 ഗ്രാമാണ്. അതിൻ്റെ കൂടെ ശർക്കര അത് 500 ഗ്രാമാണ്. ഇത് രണ്ടും തുല്യ അളവിൽ എടുക്കണം, കാരണം ശർക്കര കുറഞ്ഞു പോയാൽ പുഴു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ടും ഒരേ അളവിൽ തന്നെ ആയിരിക്കണം. ഇത് ഇടാനായിട്ട് ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പുള്ള ഒരു ബോട്ടിൽ കൊടുക്കണം. എന്നിട്ട് ഈ മത്തിയും ശർക്കരയും ഇടവിൽ ഇടണം. രണ്ടും ഇടവിലർത്തി ശർക്കരയും ഇടും. ഇതിനെ നല്ല എയർ ടൈറ്റായിട്ട് നല്ലതായിട്ട് അടച്ച് ഇത് 30 ദിവസം കൊണ്ടാണ് ഇത് നല്ല ഉത്തമമായ ഒരു വളമാണ്. ഇതൊരു 10 ദിവസം കഴിയുമ്പോൾ ഇതിനെ ഒന്ന് ഇടയ്ക്ക് എടുത്ത് കുലുക്കി അല്ലെങ്കിൽ ഒന്നൊരു സ്പൂൺ വല്ലതും ഇട്ട് ഇളക്കി ഒന്ന് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കണം. ഇടയ്ക്കൊന്ന് കുലുക്കണം. അതായത് വേറെ പുഴുക്കളോ വേറെ ഈച്ച അങ്ങനെ ഒന്നും കയറാൻ ഇടവരരുത്. ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കണം. വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ ഇട്ട് മുകളിൽ കെട്ടി റബ്ബർ ബാൻഡ് ഇട്ടും കൂടെ വെച്ചാൽ ഇത്ര കൂടെ നല്ലതായിരിക്കും. ഇത് 30 ദിവസം കഴിയുമ്പോൾ ഇതൊരു നല്ല ഒരു കോട്ടൺ തുണിയിൽ ഇത് അരിച്ച് നല്ല അതിൻ്റെ ഇത് നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചെടുത്ത് നമുക്ക് കുപ്പിയിൽ സൂക്ഷിക്കാം. ഇത് ഞാൻ ഇതിന് മുമ്പേ ഉണ്ടാക്കിയതാണ്. ഇതേപോലെ ഉണ്ടാക്കിയതാണ്. ഇത് അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് അരിച്ചെടുത്ത് ഇതിപ്പോൾ ചെടിക്ക് ഉപയോഗിച്ച് തുടങ്ങി. ഇത് അളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ചെടിയുടെ മൂട്ടിലും ഒഴിക്കാം, ചെടികളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യാം. ചെടികളിൽ ഒഴിക്കുകയാണെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. ചെടികളുടെ ഇലകളിലാണ് തളിക്കുന്നതിനാണെങ്കിൽ ഒരു 2 ml മതി. 2-2.5 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നേർപ്പിച്ച് വേണം എപ്പോഴും ഒഴിക്കാൻ. അത് ശ്രദ്ധിച്ചോളണം. നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ചെടികളുടെ നല്ല ഉത്തമമായ ഒരു വളം.